നമസ്കാരം, ഞാൻ രാഗിണി കൊടുങ്ങല്ലൂർ. കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന നമ്മളൊന്ന് ചിത്രനിരുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് NS വേണുഗോപാൽ മുംബൈ. അദ്ദേഹം സിംഗറാണ്, കമ്പോസറാണ്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ കഴിയുന്ന മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. അതായത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിജിയുടെ കവിതകൾ മ്യൂസിക്കൽ ആൽബം ആക്കിയ സമയത്ത് ആ മ്യൂസിക്കൽ ആൽബം കമ്പോസ് ചെയ്യാനും അതിൽ ഒന്ന് രണ്ട് ഗാനങ്ങൾ ആലപിക്കാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് വേണുജി. അപ്പോൾ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമുക്ക് വേണുജിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്, ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സായി രേഖപ്പെടുത്തണം. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. ജപമാലയെന്റെ കൈകളിൽ മന്ത്ര ശ്രുതിമീട്ടും തമ്പുരുവല്ലോ സ്വാമി സ്വാമി. ചേട്ടൻ എങ്ങനെയാണ് ഈ ഗസൽ സംഗീതത്തിലേക്ക് വന്നത്? ഗസൽ സംഗീതത്തിലേക്ക് വന്നത് മീൻസ് ഞാൻ മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഉറുദു ഹിന്ദിയൊക്കെയാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഷ. ശരിക്കും പറഞ്ഞാൽ അതാണ്. ഇംഗ്ലീഷും ഹിന്ദി, ഉറുദു ഇതൊക്കെയാണ് ഞാൻ അവിടെ, ഗുജറാത്തി, മറാഠി 10 ഭാഷയോളം ഞാൻ ഇതാണ്. അപ്പോൾ ഗസൽ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു ശാഖയാണ് ഗസൽ. അപ്പം എൻ്റെ 3 ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ രമേശ് ഭായ് പാട്കർ എന്ന് പറഞ്ഞ ഗുരു ലൈറ്റ് മ്യൂസിക്കും ഗസലിൻ്റെ ആളായിരുന്നു. ആളിൽ നിന്നാണ് എനിക്ക് കൂടുതലും ഗസലിനെ പറ്റിയിട്ട്. അങ്ങനെയാണ് ഞാൻ ഗസലിലേക്ക് കടന്നത്. ഗസൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഒരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ ടൈപ്പാണ്. അപ്പോൾ അത് വളരെയധികം സ്പെഷ്യലി മുംബൈയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പലരും അത് ഇഷ്ടപ്പെടുന്നു. അപ്പം ഞാൻ അതിലേക്ക് തിരിഞ്ഞു. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റഫി സിംഗറാണ്. മുഹമ്മദ് റഫിയുടെ പാട്ടുകളാണ് ഞാൻ കൂടുതലും ഷോസ് ചെയ്യുന്നത്, ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലും. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ US ടൂർ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ഗസലും മുഹമ്മദ് റഫി ഷോസുമാണ് ചെയ്യുന്നത്. അച്ഛൻ നന്നായി പാടുമായിരുന്നു. അച്ഛന്റെ പേരെന്താ? അച്ഛൻ്റെ പേര് ശങ്കരൻ, NR ശങ്കരൻ. മുംബൈ ശങ്കരൻ എന്ന് പറഞ്ഞാലാണ് അറിയാം. എന്നെയും ശരിക്കും പറഞ്ഞാൽ NS വേണുഗോപാൽ മുംബൈ എന്ന് പറഞ്ഞാലാണ് അറിയാം. അപ്പോൾ അച്ഛൻ പാടുമായിരുന്നു. അപ്പം അച്ഛനിൽ നിന്നും കിട്ടിയിട്ടുള്ള വരദാനമാണ് എനിക്ക് സംഗീതം. ചെറുപ്പത്തിലേ തന്നെ ഞാൻ നന്നായിട്ട് പാടും. അപ്പൊ കോമ്പറ്റീഷനും അവിടെയൊക്കെ പോകും. അപ്പൊ ചെറുപ്പം തൊട്ടേ നമുക്കറിയാം നമ്മളൊരു ചെറിയൊരു അച്ഛൻ്റെ വാസന കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ സ്കൂളിൽ തന്നെ ഒരു ഓൾവേസ് ഒരു പ്രതിഭയായിട്ടാണ്. ഇത് മാത്രമല്ല, എല്ലാത്തിനും സ്പോർട്സിലും എല്ലാത്തിനും സ്കൂളിലും കോളേജിലും എല്ലാം അങ്ങനെ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഈ കലയെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകനാണ്. എനിക്കൊരു സരോജിനി ടീച്ചർ ഉണ്ടായിരുന്നു. സരോജിനി ടീച്ചർ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. പക്ഷേ ആ ടീച്ചർ എന്നിൽ ഉള്ള കലയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ആ ടീച്ചർ പിന്നെ ഒരു മാലതി ടീച്ചർ ഉണ്ടായിരുന്നു. ആ മാലതി ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഗോവൻ ടീച്ചറായിരുന്നു. പക്ഷെ മലയാളം അവർക്ക് അറിയാം. മലയാളം പാട്ടുകൾ അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് മലയാളം പാട്ടുകളൊന്നും അറിയില്ല. അവര് പഠിപ്പിച്ച ചെറിയ പാട്ടുകളൊന്നും എനിക്ക് അവർ പഠിപ്പിച്ചതുണ്ട് മലയാളം പാട്ട് ചെറുപ്പത്തിൽ. ആ ടീച്ചർ അങ്ങനെ ആ 2 ടീച്ചർമാരാണ് എന്നെ സ്കൂളിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുള്ളത്. സ്കൂളില് കലയെ പ്രോത്സാഹിപ്പിച്ച സുഹൃത്തുക്കളുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ എന്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു പഞ്ചാബി സിഖാണ്. മൽദീപ് എന്നാണ് ആളുടെ പേര്. മുംബൈയിലാണ് ഞങ്ങള് പഠിച്ചതും എല്ലാം ഒരുമിച്ച് തന്നെ. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാട്ടുകൾ. അപ്പൊ അവൻ പറഞ്ഞിട്ട് ഇന്ന പാട്ട് നീ പാടണമെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ലിസ്റ്റ് തരും. ആ പാട്ട് എന്നോട് പാടിപ്പിക്കും. അവനൊരു അവനൊരു പഞ്ചാബി പാട്ട് പാടാൻ പറഞ്ഞു എന്നോട്. എന്നിട്ട് ഒരു പഞ്ചാബി പാട്ട് ഞാൻ അന്ന് ചെറുപ്പത്തിൽ അവന് വേണ്ടി ഞാൻ പാടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പാട്ട് 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2 വരി മൂളാക്കിയ ഓർമ്മ നിൽക്കുന്നില്ല. ചെറുപ്പത്തിലത്തെ കാര്യമാണ്.
प्यार दे भुलेखे किन्ने सोने सोने खा गए दूर दूर जांदे जांदे नेड़े नेड़े आ गए प्यार दे भुलेखे किन्ने सोने सोने खा गए दूर दूर जांदे जांदे नेड़े नेड़े आ गए प्यार दे भुलेखे. വീട്ടിൽ ഏറ്റവും കൂടുതൽ കലയെ പ്രോത്സാഹിപ്പിച്ചതാണ് അച്ഛനാണ് അമ്മയാണ്? അത് ഈ കലയൊക്കെ അധികം കൊണ്ടുനടക്കണ്ട, പഠിച്ചാൽ മതി, എൻ്റെ മോൻ പഠിച്ച് വലിയവനാവണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീട്ടിലുള്ള ഒരു കാര്യമാണ്. ഈ കല അച്ഛനും പാട്ടൊക്കെ പാടുമായിരുന്നെങ്കിലും ആ പ്രൊഫഷൻ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിലങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പാട്ടൊക്കെ പാടാൻ ഇഷ്ടം, അച്ഛൻ എന്നെ കൊണ്ട് പാടിപ്പിക്കും. പക്ഷെ ആ ഒരു ഫീൽഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ ഞാൻ സംഗീതം പഠിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വലുതായതിനു ശേഷമാണ് പഠിക്കുന്നത്. ചെറുപ്പത്തിൽ തൊട്ട് ഇതുപോലെ സ്കൂളിലൊക്കെ പാടും എന്നല്ലാതെ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഗുരുജി, ആദ്യത്തെ ഗുരുവായ പണ്ഡിറ്റ് കമൽകുമാർ മിശ്രാജിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ബേസിക്കായിട്ട് ആളുടെ അടുത്താണ്. പിന്നെ കുറച്ചുകൂടി എലോബറേറ്റ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്, ചോട്ടിലാൽ മാസ്റ്ററുടെ കയ്യിൽ പഠിച്ചത്. ഇതൊക്കെ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷമാണെന്ന് ആലോചിക്കണം. അതാ പറഞ്ഞത്, ചെറുപ്പത്തില് അങ്ങനെ ഒരു പ്രോത്സാഹനം വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നന്നായിട്ട് പാടുന്നത് സ്കൂളിൽ പാടും, പ്രൈസ് കൊണ്ടുവന്ന് എല്ലാവരും സന്തോഷിക്കുന്നു. അതല്ലാതെ അങ്ങനെ ഒരു അച്ഛനും ആ പ്രൊഫഷനിലായിരുന്നില്ലല്ലോ. അപ്പൊ അതാണ്. അപ്പൊ അവരുടെ അടുത്ത് പഠിക്കണം എന്നുള്ള ഇതായിരുന്നു. അപ്പൊ അതിലും അവര് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സംഗീതത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് പഠിപ്പൊക്കെ എനിക്കൊരു മെച്യൂരിറ്റി വന്നതിന് ശേഷമാണ് ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. അത് പലരും ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങും. പക്ഷെ അതെനിക്ക് പറ്റില്ല. സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്രായത്തില് എനിക്ക് 10-24 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ചേട്ടന്മാരുടെ കൂടെയായിരുന്നു മുംബൈയിൽ. അച്ഛൻ അതിനിടയ്ക്ക് ഇവിടെ വന്ന് സെറ്റിലായി. ആ സമയത്ത് ഞങ്ങൾ മുംബൈയിലായിരുന്നു ചേട്ടന്മാരുടെ. പക്ഷെ അവരൊന്നും അങ്ങനെ ഒരു വലിയൊരു പ്രോത്സാഹനം ആരും തന്നിട്ടില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം പഠിച്ചതും സംഗീതം പഠിച്ചതും. ഇപ്പൊ കലയിൽ എത്തി, ഗസലൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോലും ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട്? അപ്പോ ഭയങ്കര മാറ്റമാണ്. സ്പെഷ്യലി എന്റെ ചേട്ടന്മാരില് അവര് ചില സമയത്ത്, എന്റെ ഒരു ചേട്ടനുണ്ട്, ആളിപ്പോ ഗൾഫിലാണ്. ആ ചേട്ടൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആള്, ഞാനൊന്നും നിന്നെ അന്ന് തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അന്നൊക്കെ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നീ ഇന്ന് എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആളുടെ പേര് രവീന്ദ്രനാഥൻ. കാരണം ആൾക്ക് തന്നെ വളരെ വിഷമം. കാരണം ഞാനിപ്പോ ഈ പരിപാടികൾ ചെയ്യുമ്പോൾ, ഇവിടെ വന്നിട്ട് ഇത്രയും പരിപാടി ചെയ്യുമ്പോൾ, ഫോറിൻ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കെന്നെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷത്തിന്റെ വിഷമമാണത്. കാരണം അന്നൊക്കെ ഞാനും ആളും എന്റെ മറ്റേ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. 2 ചേട്ടന്മാരും അവിടെ ഉണ്ടായിരുന്നു, മുംബൈയിൽ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരുടെയും ഒരു വിഷമം, അന്ന് നിന്നെ കുറച്ചും കൂടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് പോകായിരുന്നു ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഞങ്ങള് 6 പേരാണ് ടോട്ടൽ. 4 ആൺമക്കളും 2 പെൺമക്കളുമാണ്. ഇപ്പൊ മൂത്ത ബ്രദർ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. ആൾക്ക് 83 വയസ്സായി. ആളുടെ പേര് ദാസൻ, ദേവിദാസൻ. പിന്നെ ആൾക്ക് പാട്ടിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. ആളുടെ സ്റ്റൈലിൽ പാടും. പഴയ പാട്ടുകളൊക്കെ ആളിങ്ങനെ വീട്ടിലിരുന്ന് പാടിക്കൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത്തെ ബ്രദർ എന്റെ തൊട്ട വീടാണ്. ആള് ഇപ്പൊ 10-12 കൊല്ലം മുമ്പ് ഞങ്ങളെ വീട്ടിൽ പോയി മരിച്ചു. പിന്നെ മൂന്നാമത്തെ ബ്രദറിനെ പറ്റിയാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ 4ാമത്തെ ആള് ഞാൻ. പിന്നെ ഒരു സഹോദരി ഉണ്ട്, മൂത്ത സഹോദരി ഉണ്ട് എനിക്ക്. ഇവിടെ ചേച്ചി കൂടിയാണ്, അടുത്ത് തന്നെയാണ് താമസം, വിജയലക്ഷ്മി എന്നാണ് പേര്. പിന്നെ ഇളയ എന്റെ സഹോദരി ഉണ്ട്, ശോഭന എന്നാണ് പേര്, തൃശ്ശൂരാണ്. നീലത്താമര വിടരും നിന്നോട് നീർമിഴി നിറയില്ലെങ്കിൽ, നീർമിഴി നിറയില്ലെങ്കിൽ വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം ഞാൻ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എയർ ഇന്ത്യയിലാണ് ജോലി കിട്ടിയത്. 36 കൊല്ലം സർവീസ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റിട്ടയർ ആയത് കുറച്ചു കാലം മുമ്പ്. ഞാൻ എയർ ഇന്ത്യയിൽ എഞ്ചിനീയറിംഗിൽ മാനേജറായിരുന്നു. അപ്പോൾ സംഗീതം എനിക്ക് എയർ ഇന്ത്യയിലും എനിക്ക് സംഗീതം
കൊണ്ടു നടക്കാനുള്ള നല്ലൊരു അവസരം കിട്ടി. ഞാൻ എയർ ഇന്ത്യയുടെ കൾച്ചറൽ അംബാസിഡർ ആയിരുന്നു. കാരണം എയർ ഇന്ത്യയിൽ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ് എനിക്ക് ഈ ഫോറിൻ കോൺടാക്ട്സ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ അവിടെ നമ്മളുടെ എംബസികളിൽ 15th ഓഗസ്റ്റ് 26th ജനുവരി ഒക്കെ അവർ ഇന്ത്യൻസിനെ വിളിച്ച് നല്ല പരിപാടികൾ നടത്തും, ഒരേ കൺട്രീസിലും നടത്തും. അപ്പോൾ എയർ ഇന്ത്യ എന്നെ സ്പോൺസർ ചെയ്തിട്ട് കൾച്ചറൽ അംബാസിഡർ ഓഫ് എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഗസൽസും പാട്ടുകൾക്കായി എയർ ഇന്ത്യയിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കൾച്ചറൽ ഗ്രൂപ്പ്, എയർ ഇന്ത്യ ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്. മലയാളികളുണ്ട് ഇതിൽ ഒന്നിനും മലയാളം ഇൻവോൾവ് അല്ല. എനിക്ക് തീരെ മലയാളമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല ഇതുവരെ. ഒരു മലയാളം നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ കുറച്ച് മലയാളം പാട്ടുകൾ പഠിച്ചു തുടങ്ങിയതും പാടാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ മുഴുവൻ ഹിന്ദി, ഗുജറാത്തി, ഞാൻ 8 ഭാഷകളുടെ ഞാൻ നന്നായിട്ട് പ്രാവീണ്യമുണ്ട് എനിക്ക്. പിന്നെ നന്നായിട്ട് ഞാൻ സംസാരിക്കും. 8 ഭാഷ. അതിപ്പോ നമ്മൾ പറയണെങ്കിൽ ഹിന്ദി, മലയാളം, സംസാരിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. മലയാളം എഴുതാനും വായിക്കാനും അത്ര അറിയില്ല. പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ഗുജറാത്തി, മറാഠി, ഇതൊക്കെ ഞാൻ വളരെ ഫ്ലുവന്റ് ആണ്. കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്നുകൊണ്ട് ഗുജറാത്തി, മറാഠി ഒക്കെ വളരെ. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചു മലയാളം എഴുതാൻ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഇനി എന്തായാലും ഒരു 2 പേരെങ്കിലും മലയാളം പാടുന്നു പാടാലോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ ഒരു 5 കൊല്ലമായുള്ളൂ ഞാൻ മലയാളം പാട്ടുകൾ കുറേശ്ശെ പാടി തുടങ്ങിയിട്ട്. ഇവിടെ വന്നിട്ട് പരിപാടികൾ ചെയ്യുമ്പോൾ മലയാളി ഓഡിയൻസിന് കുറച്ച് മലയാളം പാട്ട് പാടണ്ടേ. തീർച്ചയായിട്ടും പാടാം. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ, ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. പിന്നെ വരികൾ എനിക്ക് ഫുള്ള് മലയാളം ആയതുകൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ലാ 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 ഇനിയിപ്പോ ശരിയായിക്കോളൂ. ഇനിയിപ്പോ മലയാളം പഠിച്ചോളൂ, മലയാളം പാട്ടുകൾ പഠിച്ചോളൂ. ഇനിയിപ്പോ മലയാളം ഓഡിയൻസ് ആണല്ലോ. തീർച്ചയായിട്ടും ഞാൻ പാടുന്നുണ്ട്. ഇപ്പൊ ലിറിക്സ് ഒക്കെ വെച്ച് ഞാൻ ഈ പാട്ടൊക്കെ ഞാൻ പാടുന്നുണ്ട്. പരിപാടി കുറെ പാട്ടുകൾ പാടുന്നുണ്ട് പിന്നെ മലയാള ഓഡിയൻസിന് വേണ്ടിയിട്ട്. പക്ഷെ അത് ലിറിക്സ് മുമ്പിൽ എഴുതി വെച്ച് ഹിന്ദി പാട്ടിന്റെ പോലെ കംപ്ലീറ്റ് ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇപ്പോ 8 ഭാഷ അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഈ 8 ഭാഷയിലും പാടിയിട്ടുണ്ടോ? യെസ്, 8 അല്ല, ഞാൻ ഭാഷകൾ പറയുകയാണെങ്കിൽ ഞാൻ 12 ഭാഷകളിൽ പാടിയിട്ടുണ്ട്. അത് ശരിയാ. ഭാഷകൾ 8 ഭാഷകൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ 12 ഭാഷകളും കൂടുതൽ ഞാൻ പാടിയിട്ടുണ്ട്. പല ആൽബംസിലായിട്ട് പാടിയിട്ടുണ്ട്. യെസ്, ഗുജറാത്തി, മറാഠിയാണ് അതിൽ കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളത്. ഗുജറാത്തിയിലാണ് ശരിക്കും ഞാൻ 10-30 ആൽബംസ് എൻ്റെ ഗുജറാത്തിയിലുണ്ട്. പിന്നെ മറാഠി പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. പിന്നെ കുറേ ടിപ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു, നമുക്ക് അറിയാമായിരിക്കും, കാസറ്റ് കമ്പനി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പല ഭാഷകളിലും പാടിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ട് അപ്പം ഞാൻ ഒരു ഗുജറാത്തിയും ഒരു മറാഠിയുടെയും ഒരു 2 വരികൾ പാടാം. ആദ്യം ഗുജറാത്തി പാട്ട്. ഇപ്പം എല്ലാത്തിനും വരികൾ ഓർമ്മ ഉണ്ടാവും അറിയില്ല, ചിലപ്പോൾ തെറ്റാന്നായിരിക്കും. वाला तारी मूर्ति ने जोई, मारू मन हर खे भराए, वाला तारी मूर्ति ने जोई, मारू मन हर खे भराए, ने निहाल था के वो मधुर वालो दरियो बहती जाए, वाला तारी मूर्ति ने जोई, मारू मन हर खे भराए. ഇതൊരു ഗുജറാത്തി പാട്ടായിരുന്നു. ഇനി ഞാനൊരു മറാഠി പാട്ടിൻ്റെ 2 വരി പാടാം. शुक्र तारा मंदवारा, चांदणे पाण्यातुनी,
शुक्र तारा मंदवारा चांदणे पाण्यातुनी. നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി സാർ, ആൾ നിങ്ങൾക്ക് അറിയാലോ, മാഡത്തിനറിയാം, ആളൊരു കവിയായിരുന്നു. വളരെയധികം നല്ല നല്ല കവിതകൾ എഴുതിയിട്ടാണ്. എനിക്ക് നല്ലൊരു എയർ ഇന്ത്യ ആയിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക, അതിന് അവസരം ഉണ്ടാക്കി തന്നു. അടൽ ബിഹാരി വാജ്പേയി സാറിൻ്റെ കുറച്ച് കവിതകളെ കമ്പോസ് ചെയ്തു അതിലെ ഒരു ആൽബമാക്കി. ഇവിടെ വന്നതിന് ശേഷം നാടായിട്ട് എനിക്ക് ഒരു പരിചയവുമില്ല. അങ്ങനത്തെ എന്നെ ഈ നാട്ടിൽ അറിയുന്ന ഒരു വ്യക്തിയാക്കി എടുത്തത് ഈ നാട്ടിൽ നമ്മുടെ തൃശ്ശൂരും പലയിടത്തും, ഇപ്പോൾ കേരളത്തിൽ ഞാൻ പലയിടത്തും ഷോസ് ചെയ്യുന്നുണ്ട്, ആക്കിയെടുത്ത 1-2 പേരുടെ എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ പേര് പറയാതിരിക്കാൻ പറ്റില്ല. छोड़ के जा